അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ നോക്ക്. ഐ ലവ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വാക്ക് ഉണ്ടാക്കിയ നഷ്ടങ്ങൾ. ഐ ലവ് കൃഷ്ണ, ഐ ലവ് ശിവ, ഐ ലവ് ജസ്, ഇതൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഐ ലവ് മുഹമ്മദ് എന്നുള്ളൊരു വാക്ക് അതുണ്ടാക്കിയ പ്രശ്നങ്ങൾ. മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹപ്രകടനം കാണിച്ചതിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ അനുഭവിക്കേണ്ട വന്നത് ബുൾഡോസർ കൊണ്ടാണ് ഒരുപാട് കടകളെ തകർത്ത് കളഞ്ഞത്. സുബ്ഹാനല്ലാഹ്, യു പി സർക്കാർ ചെയ്ത ഈ അനീതി വല്ലാത്ത സങ്കടകരമായ ഒരു വിഷയമാണ്. നാം ജീവിക്കുന്നത് ഇന്ത്യയിലാണെന്ന് ഓർക്കണം. ഇന്ത്യ എന്നുള്ളത് ഇന്ത്യക്കാരൻ്റെതാണ്. അവരവരുടെ മതത്തെ സ്നേഹിക്കാനും എല്ലാ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ഇന്ത്യ ഭരണഘടന. ഇതിനൊക്കെ അനുവാദം നൽകലോടുകൂടി അത് പാടില്ലെന്നും ഇത് പാടില്ലെന്നും ഐ ലവ് മുഹമ്മദ് എന്ന് വിളിക്കരുതെന്നും അതിലൂടെ കലാപങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ സുബ്ഹാനല്ലാഹ് ഓരോ വാർത്തകളും സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നത് മുസ്ലിമീങ്ങൾ മാത്രമാണോ? ഹബീബിനെ കുറിച്ച് പഠിച്ചവർ, ഹബീബിനെ കുറിച്ച് ചിന്തിക്കുന്നവർ, ഹബീബിനെ കുറിച്ച് നന്നായി സ്നേഹിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇന്ന് രംഗത്ത് വരുന്നുണ്ട് ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട്. അവരവരുടെ മതങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ടെങ്കിലും അത് പരിപൂർണമായി അനുഭവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെ ഒരാൾ പരിപൂർണ മുഅ്മിനാവുകയില്ല. അപ്പോൾ ഹബീബിനെ സ്നേഹിക്കൽ അനിവാര്യമാണ്. ഐ ലവ് മുഹമ്മദ് എന്ന് പറയൽ അനിവാര്യമാണ്. എല്ലാത്തിനേക്കാളും ഹബീബ് ഏറ്റവും ഉറ്റവർ ഉടയവരാകണം. അതൊരോ മുസ്ലിമിന്റെ നിർബന്ധ ബാധ്യതയാണ്. കാരണം മുസ്ലിമീങ്ങളാക്കാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങാനും വന്നില്ലായിരുന്നുവെങ്കിൽ ദീൻ എന്താണെന്നും സംസ്കാരം എന്താണെന്നും കൃത്യമായി അറിയുമായിരുന്നില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വരവ് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അയൽവാസി പട്ടിണിയാണെങ്കിലും വയറ് നിറക്കുന്നവൻ മുസ്ലിമല്ല എന്ന്. അത് ഏത് മതസ്ഥനായാലും ശരി. ഒരു അന്യ മതസ്ഥന്റെ മയ്യത്ത് ശവശരീരം കൊണ്ടുപോകുമ്പോൾ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എഴുന്നേറ്റ് ബഹുമാനിച്ചു. സഹാബത്ത് പറഞ്ഞു, നബിയെ, അത് ഒരു ഹൈന്ദവ സഹോദരന്റെ മയ്യത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബഹുമാനിക്കണം. എല്ലാ മതത്തെ സ്നേഹിച്ച, എല്ലാവരോടും കരുണ കാണിച്ച, എന്തിനേറെ മൃഗങ്ങളോടും എല്ലാവരോടും കാരുണ്യ കാണിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ വന്നവർക്ക് എല്ലാവർക്കും പൊരുത്തു കൊടുത്ത പരിശുദ്ധമായ ദീൻ മക്ക വിജയം കാലഘട്ടത്തൊക്കെ മുത്തായ ഹബീബിന്റെ കയ്യിലായിരുന്നു എല്ലാം അധികാരങ്ങൾ. ഹബീബിനെ ദ്രോഹിച്ചവർ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിച്ചവർ എല്ലാവർക്കും പൊരുത്തു കൊടുത്ത്, എല്ലാവരും സ്വന്തം മകളെപ്പോലെ വകവരുത്തിയവർക്ക് പൊരുത്തു കൊടുത്തു. താൻ ഏറ്റവും സ്നേഹിച്ച സയ്യിദു ശുഹദാ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു, ഇവർക്കൊക്കെ ഇവരെ വധിച്ച ഘാതകന്മാരൊക്കെ ഹബീബിന്റെ അരികിൽ വന്നപ്പോൾ ആ ഹബീബിനെ സ്നേഹിക്കാൻ പാടില്ലെന്നും സ്നേഹിക്കുന്നത് ദേശദ്രോഹമാണ് എന്ന രീതിയിലൊക്കെ വലിച്ച് അതിനെ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങൾ വലിയ ദുഃഖകരമായ. ബുൾഡോസർ കടന്നു വന്ന് തൗക്കീർ റാസി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കടകൾ പൊളിച്ചടക്കുന്നുണ്ട്. ഒരുപാട് ഇതിന്റെ പേരിൽ ഉണ്ടാക്കിയ കലാപങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യനിക്കും സഹിക്കാൻ പറ്റാത്തതാണ്. എത്ര വലിയ അക്രമമാണ് ഈ ചെയ്യുന്നത്. മുഹമ്മദ് നബിയെ സ്നേഹിക്കുക എന്നുള്ളത്, സ്നേഹിക്കണമെന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും നിർബന്ധ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെ പരിപൂർണ മുഅ്മിനാവുകയില്ലെന്നാണ് അല്ലേ? ഉത്തർപ്രദേശിലെ കാൺപൂരിൽ വെച്ച് ഐ ലവ് മുഹമ്മദ് എന്നുള്ള ഒരു ജാഥ, ഒരു ഘോഷയാത്ര പോകുന്നുണ്ട്.
ആ സമയത്ത് അവിടുത്തെ പ്രദേശവാസികളായ അവിടുത്തെ ഹിന്ദു സഹോദരന്മാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് വലിയ രീതിയിൽ കത്തിപ്പടരുകയാണ്. ഇന്നിപ്പോൾ ഒരുപാട് ഹൈന്ദവ സഹോദരന്മാരടക്കം ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ സന്തോഷമാകുന്നുണ്ട്. യോഗി വിചാരിച്ചത് ഇതങ്ങ് പറഞ്ഞാൽ എല്ലാവരും പേടിച്ചങ്ങ് ഒതുങ്ങിയിരിക്കുന്ന, ഇന്ന് എല്ലാ നാടുകളിലേക്ക് ഇത് വ്യാപിക്കുകയും എല്ലാ ഇടങ്ങളിലും ഐ ലവ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ ആഘോഷത്തോടു കൂടി ഹൈന്ദവ സഹോദരന്മാരും സഹോദരിമാരടക്കം രംഗത്ത് വരുന്ന മനോഹരമായ കാഴ്ചകളൊക്കെ കാണുമ്പോൾ സന്തോഷമാകുന്നുണ്ട്. താൻ വിചാരിച്ചതെന്തോ ഇവിടെ സംഭവിച്ചതെന്തോ, താൻ വിചാരിച്ചതുപോലെ ആയില്ല എന്ന് പറയുമ്പോൾ ബുൾഡോസർ കൊടന്നു വന്ന് ആ പാവപ്പെട്ട മുസ്ലിമുകളുടെ കടകളും പലതും തകർക്കുന്നവരെ വളരെ ദുഃഖകരമായ കാഴ്ചകളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മാധ്യമങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല കാത്ത് രക്ഷിക്കട്ടെ. എത്ര മുസ്ലിമീങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പലയിടങ്ങളിലും പലവിധ ദുരന്ത അനുഭവങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നാം കാണുമ്പോൾ അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് മുസ്ലിമുകൾ, നിരപരാധികളായ മുസ്ലിമുകൾ ആക്രമിച്ചുകൊണ്ട് ദ്രോഹിച്ചുകൊണ്ട് ഒരുപാട് പീഡനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്ന മുസ്ലിമുകൾ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ സംരക്ഷണ അവർക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബിനെ സ്നേഹിക്കാൻ പാടില്ല എന്ന് ഇന്ത്യ ഭരണഘടന അതിനൊക്കെ അനുവാദം നൽകുന്നുണ്ടെങ്കിലും അതിനെതിരെ മുന്നോട്ട് വരുന്ന ഈ കാഴ്ചകൾ തീർച്ചയായും ഇത് അപകടമാണ്. ഇന്നിവിടെയാണെങ്കിൽ നാളെ ഓരോ സമൂഹം ഇത് അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഉത്തർപ്രദേശിൽ യോഗി എന്ന് പറയുന്ന ഒരു നെരികെട്ടവൻ, ഇവനൊരു മുഖ്യമന്ത്രിയാണ്. എന്ത് യോഗ്യതയാണ് വർഗീയത പറയുന്ന, വർഗീയ വിഷവിത്തുകൾ പാകുന്ന ഒരു യോഗ്യതയുമില്ലാത്ത മനുഷ്യനെയാണ് ഒരു മുഖ്യമന്ത്രിയുടെ നാക്കുന്ന് വരാത്ത ചില വാക്കുകളാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്താണ് താൻ പറയുന്നത്, താൻ എന്താണ് ചിന്തിക്കുന്നത്, ഒരു ഉളുപ്പുമില്ലാത്ത പലതും തനിക്ക് തോന്നിയതുപോലെ പറയാം. ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്ത് തെറ്റാണ്, എന്താണ് അതിൽ തെറ്റ് വരുന്നത്? ഹബീബിനെ സ്നേഹിക്കാൻ പാടില്ല എന്ന് ഇവിടുത്തെ ഭരണഘടന പറയുന്നുണ്ടോ? എന്നാൽ അത് തെറ്റാണ്. ഒരാളെ സ്നേഹിക്കാൻ പാടില്ല, മറ്റാരെയും സ്നേഹിക്കാൻ പാടില്ല, അങ്ങനൊന്നും ഇന്ത്യ ഭരണഘടന പറയുന്നില്ല. എന്നാലും അത് ഇവിടുത്തെ നാടിൻ്റെ സമാധാനം കെടുത്തുന്നുണ്ട് എന്ന്. ഒരാളെ സ്നേഹിക്കാനല്ലേ നമ്മുടെ നാട് പറയുന്നത്? സ്നേഹിക്കുന്നത് കൊണ്ട് സ്നേഹമുണ്ടായി അവരുടെ ഇടയിൽ വലിയ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകുന്നതിന് പകരം അത് നാടിൻ്റെ ഐക്യത്തെ തകർക്കുന്നു എന്ന് പറയുന്നത് എന്ത് ഉളുപ്പില്ലാത്ത വാക്കുകളാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇത്തരക്കാരുടെ ഷർറിനെ തൊട്ട് നമ്മുടെ നാടിനെ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.